2026 മാർച്ച് മാസം മലയാള സിനിമയ്ക്ക് എങ്ങനെയായിരുന്നു? പുതിയ പരീക്ഷണങ്ങളും വലിയ പ്രതീക്ഷകളും ചില നിരാശകളുമായി കടന്നുപോയ ഒരു മാസമാണ് മാർച്ച്. ചില സിനിമകൾ റിലീസിന് മുൻപ് തന്നെ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയപ്പോൾ ചില സിനിമകൾ അപ്രതീക്ഷിതമായി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു. അതേസമയം ചില സിനിമകൾക്ക് വലിയ താരങ്ങൾ ഉണ്ടായിട്ടും ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാൻ സാധിച്ചില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ റിലീസായ പ്രധാന മലയാള സിനിമകളും അവയുടെ വിജയപരാജയങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. മാർച്ചിലെ ആദ്യ റിലീസുകളായിരുന്നു ഫേസസ്, സംഭവം അധ്യായം 1. ഫേസസ് ഒരു ചലനവും ഉണ്ടാക്കാതെ പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ അർഹിച്ച വിജയം കിട്ടാതെ പോയ ഒരു സിനിമയാണ് സംഭവം അധ്യായം 1. ജിത്തു സതീശൻ മംഗലത്ത് സംവിധാനം ചെയ്ത ഈ സിനിമ അസ്കർ അലിയുടെ കരിയറിലെ തന്നെ മികച്ച ചിത്രമാണെന്ന് തോന്നിയിട്ടുണ്ട്. കുറഞ്ഞ ബഡ്ജറ്റിൽ വന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഇതൊരു പരാജയ ചിത്രമായി കാണാൻ കഴിയില്ല. ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത വിജയം നേടാൻ സാധിച്ചു. എന്നിരുന്നാലും ഈ സിനിമയുടെ ക്വാളിറ്റി വെച്ച് ഈ കളക്ഷനിൽ ഒതുങ്ങേണ്ട ചിത്രമായിരുന്നില്ല. മാർച്ച് 19 റിലീസായ മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ആട് 3. ആട് ഫ്രാഞ്ചൈസിന്റെ 3ാം ഭാഗം ആയതുകൊണ്ട് തന്നെ ഹൈപ്പ് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഓരോ കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ഫാൻ ബേസ് ഉള്ള ഒരേ ഒരു മലയാള മൂവി. ഷാജി പാപ്പന്റെയും ടീമിന്റെയും 3ാം വരവിൽ മിക്സഡ് റിവ്യൂ ആയിരുന്നു വന്നതെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറി. 60 മുതൽ 70 കോടിയോളം മുതൽ മുടക്കിൽ വന്ന ഈ സിനിമയ്ക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ 119 കോടിയോളം കളക്ഷൻ നേടാനും സാധിച്ചു. ഇപ്പോഴും പല തിയേറ്ററിലും പ്രദർശനം തുടരുന്നു. പ്രതിച്ഛായ 26 മാർച്ചിന് റിലീസ് ചെയ്ത ഈ ചിത്രത്തിൽ നിവിൻ പോളി, ഷറഫുദ്ദീൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. കൂടാതെ ബാലചന്ദ്ര മേനോന്റെ കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു നല്ല തിരിച്ചുവരവ് കൂടിയായിരുന്നു. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രം നല്ല പ്രതീക്ഷയോടെയാണ് തിയേറ്ററിൽ വന്നത്. പോരാത്തതിന് നിവിന്റെ സർവ്വമായയ്ക്ക് ശേഷമുള്ള റിലീസും. എന്തൊക്കെയാണെങ്കിലും ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വേൾഡ് വൈഡ് 8 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഒരു ഫ്ലോപ്പ് ചിത്രമായി മാറി. റിലീസ് ദിവസത്തെ റിവ്യൂ പടത്തിനെ ബാധിച്ചിരുന്നുവെങ്കിലും എനിക്ക് നന്നായി വർക്കായ മൂവിയാണിത്. ഭീഷ്മർ ധ്യാൻ ചേട്ടനും വിഷ്ണു ചേട്ടനും ഒരുമിച്ചിറങ്ങി ദീപാവലി ആഘോഷിച്ച നല്ല ഒന്നാന്തരം വെട്ടിക്കെട്ട് സാധനം. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ തിരികൊളുത്തിയ ഈ സിനിമ തിയേറ്ററിൽ ഒരു പരാജയ ചിത്രമായിരുന്നു. ഡെർബി 27 റിലീസ് ചെയ്ത ഈ ചിത്രം സംവിധാനം ചെയ്തത് സാജിൽ മാമ്പാടായിരുന്നു. ആദം സാബിക്, സാഗർ സൂര്യ, ജോണി ആന്റണി എന്നിവരൊക്കെയായിരുന്നു പ്രധാന താരങ്ങൾ. ഒരു ചെറിയ ചിത്രമായി വന്ന ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ ആളെ കയറ്റാൻ കഴിഞ്ഞില്ല. ഒരു ഫ്ലോപ്പ് മൂവിയായി മാറി. കല്യാണമരം 27 റിലീസായി ധ്യാൻ ശ്രീനിവാസൻ, ദേവനന്ദ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് രാജേഷാണ്. തിയേറ്ററിൽ ഒരു അനക്കവും സൃഷ്ടിക്കാതെയുള്ള ഈ ചിത്രം ഒരു പരാജയ ചിത്രമാണ്. ഇതുകൂടാതെ പിൻവാതിൽ, എറിക്, ബട്ടർഫ്ലൈ, ഗേൾ 85, വെറി, ബെർണാഡ് അങ്ങനെ പല സിനിമകളും ആരും അറിയാതെ വന്നു പോയിട്ടുണ്ട്. അങ്ങനെ മാർച്ച് മാസം റിലീസായ മലയാള സിനിമകളുടെ ചെറിയ അനാലിസിസ് ആയിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇതിൽ ഏതാണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.